ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിയാലും അപ്പം ഉണ്ടാക്കിയാലും അതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ കറിയാണല്ലോ നമ്മുടെ കടലക്കറി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കടലക്കറി വീട്ടിലുണ്ടാക്കും. അതിനായിട്ട് നമുക്ക് കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നന്നായി കടല വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വെള്ളത്തിലിട്ട് രാവിലെ വെള്ളം ഊറ്റിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആ വെള്ളത്തിലിട്ട് ഉണ്ടാക്കുകയാണ് കടലക്കറിക്ക് രുചി കൂടുക എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഞാൻ വെള്ളം ഊറ്റി നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കുക. കൂടെ ഉപ്പും ആവശ്യത്തിന് വെള്ളവും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കടലക്കറി ഉണ്ടാക്കാനായിട്ട് സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ കടുകിട്ട് നന്നായി പൊട്ടിക്കാവുന്നതാണ്. ഈ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം സവാളയും ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് വഴറ്റി കിട്ടണം കേട്ടോ. ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കടന്ന് നന്നായി ഒരു ബ്രൗൺ കളറായിട്ട് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി വന്നാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തക്കാളി നന്നായി വെന്തങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാനിതാ ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയോടെ കൂടി നന്നായി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകിനെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം മല്ലിപ്പൊടിയോടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇങ്ങനെ നന്നായി അതൊന്ന് ഇളക്കി ആ എണ്ണയിൽ കിടന്ന് ആ പൊടിയൊക്കെ ഒന്ന് കുറുകി കിട്ടും. ഇനി ഇതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടിയോടും ചേർത്ത് ഒന്ന് ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. കൂടെ ഗരം മസാലയും പിന്നെ കടലക്കറിയാണ് ഗ്യാസാണ് എന്ന് പറയുന്നവർക്കായിട്ട് ആ ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം അല്പം നമുക്ക് ഈ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒന്ന് കലക്കി ചേർത്താൽ മതിയില്ലേന്ന്. പക്ഷെ അങ്ങനെ എല്ലാം കൂടെ മിക്സായി കലക്കി ചേർക്കുമ്പോൾ നമുക്ക് ഒരു പച്ച ചുവ ഈ കറികൾ വരുന്നതാണ്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് നേരം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിട്ട് നമുക്ക് കടലക്കറി കിട്ടും. അപ്പോൾ അങ്ങനെ കടല ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ഈ പൊടികളും ഇതിലൊക്കെ കിടന്ന് കടല നന്നായി ഒന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കുക. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല കടലക്കറി കിട്ടുന്നതാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ അതുപോലെ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അടിപൊളി കറിയാണ് കേട്ടോ. ഈ കടലക്കറി ഉണ്ടാക്കിയാൽ എപ്പോഴും കടല വേറെ വെള്ളം വേറെ അങ്ങനെയായിട്ട് കിടക്കുന്നു എന്ന് പരാതി പറയുന്നവർക്കായിട്ട് ഇങ്ങനെ ഒന്ന് കടലക്കറി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് നല്ല ഗ്രേവിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ. ബൈ.